നമസ്കാരം. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ശക്തി സമവാക്യങ്ങൾ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സുരക്ഷാ പ്രതിരോധ പങ്കാളിത്ത കരാർ വലിയ ചരിത്ര പ്രാധാന്യമുള്ള ഒരു വഴിത്തിരിവാണ്. ശീതയുദ്ധാനന്തര ലോകക്രമത്തിൽ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള നാറ്റോ സഖ്യം ആഗോള സുരക്ഷാ സംവിധാനങ്ങളുടെ കേന്ദ്ര ബിന്ദുവായിരുന്നുവെങ്കിലും പുതിയ ഭൗമരാഷ്ട്രീയ വെല്ലുവിളികൾ യൂറോപ്യൻ യൂണിയനെ സ്വതന്ത്രമായ ഒരു തന്ത്രപരമായ ശക്തിയായി ഉയർന്നു വരാൻ പ്രേരിപ്പിക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയുമായി യൂറോപ്യൻ യൂണിയൻ സ്ഥാപിക്കാൻ പോകുന്ന സുരക്ഷാ പ്രതിരോധ സഹകരണം ആഗോള ശ്രദ്ധ ആകർഷിക്കുന്നത്. US നയിക്കുന്ന നാറ്റോ സഖ്യത്തിൽ ഔപചാരികമായി അംഗമാകാതെ തന്നെ ഇന്ത്യക്ക് നാറ്റോ സഖ്യകക്ഷിയോട് സമാനമായ പ്രാധാന്യം നൽകുന്ന ഈ കരാർ ഇന്ത്യയുടെ ഉയർന്നു വരുന്ന ആഗോള സ്ഥാനത്തിന്റെ അംഗീകാരമാണ്. സമുദ്ര സുരക്ഷ, ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ, സൈബർ സുരക്ഷ, പ്രതിരോധ സാങ്കേതിക വിദ്യ, ബഹിരാകാശ സഹകരണം എന്നിവയിലേക്കാണ് ഈ പങ്കാളിത്തം വ്യാപിക്കുന്നത്. അതോടൊപ്പം തന്നെ തന്ത്രപരമായ സ്വതന്ത്രത നിലനിർത്തിക്കൊണ്ട് ഇന്ത്യ നടത്തുന്ന വിദേശ നയത്തിന്റെ വിജയവും ഇതിലൂടെ പ്രതിഫലിക്കുന്നു. ഇന്ത്യ EU ബന്ധങ്ങളെ സാമ്പത്തികവും നയതന്ത്രപരവുമായ തലങ്ങളിൽ നിന്ന് ഉയർത്തി ആഗോള സുരക്ഷാ സംവിധാനങ്ങളുടെ കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നതാണ് ഈ കരാർ. അമേരിക്കയ്ക്കും ചൈനയ്ക്കും ഇടയിൽ ഒരു മൂന്നാം ധ്രുവമായി ഇന്ത്യ മാറുന്നതിന്റെ സൂചനയാണിതെന്നാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇൻഡോ പസഫിക് മേഖലയിൽ സുരക്ഷിതമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കുക, സൈബർ ഭീഷണികളെ നേരിടുന്നതിനും ബഹിരാകാശ സുരക്ഷാ ശേഷികൾ വർദ്ധിപ്പിക്കുന്നതിനും സഹകരിക്കുക, തന്ത്രപ്രധാനമായ രഹസ്യ വിവരങ്ങൾ കൈമാറുക തുടങ്ങിയവയാണ് കരാറിലെ പ്രധാന ലക്ഷ്യങ്ങൾ. ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും സഹകരിക്കാൻ കരാർ ഇരു കക്ഷികളെയും ബാധ്യസ്ഥരാക്കുന്നതിലൂടെ പാക് കേന്ദ്രീകൃത ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളെ യൂറോപ്പിന്റെ മണ്ണിൽ നിന്ന് പറിച്ചുമാറ്റാൻ കരാർ ഇന്ത്യയെ സഹായിക്കും. ഇന്ത്യയെ നാറ്റോ പ്ലസ് അംഗമാകാൻ US ക്ഷണിച്ചിരുന്നുവെങ്കിലും റഷ്യയുമായുള്ള അടുത്ത ബന്ധം പരിഗണിച്ച് തന്ത്രപരമായ സ്വയം നിർണയാവകാശം സംരക്ഷിക്കുന്നതിനായി ഇന്ത്യ ആ ക്ഷണം നിരസിച്ചിരുന്നു. അഫ്ഗാനിസ്ഥാൻ, ഇൻഡോ പസഫിക് തുടങ്ങിയ മേഖലകളിലെ പ്രതിസന്ധികൾ പരിഹരിക്കാൻ ഇന്ത്യയെ ഒരു സുപ്രധാന പങ്കാളിയായാണ് നാറ്റോ ഇപ്പോൾ കാണുന്നത്. എന്നാൽ ഉടമ്പടിയിൽ അധിഷ്ഠിതമായ സഖ്യത്തെക്കാൾ നിശ്ചിത ഉത്തരവാദിത്വങ്ങളുള്ള പങ്കാളിത്തമാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. തന്ത്രപ്രധാനമായ വിവരങ്ങൾ കൈമാറുന്നതിനായി ഒരു സെക്യൂരിറ്റി ഓഫ് ഇൻഫർമേഷൻ അഗ്രിമെന്റ് സംബന്ധിച്ച ചർച്ചകൾ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ കരാർ ഒപ്പുവെച്ചതിന് പിന്നാലെ ആരംഭിച്ചിട്ടുണ്ട്. ഇത് യാഥാർത്ഥ്യമായാൽ ഇന്ത്യക്ക് അത് നൽകുന്ന മേൽക്കൈ വലുതാണ്. US സഖ്യത്തിൽ ചേരാതെ തന്നെ അതിന്റെ പ്രധാനപ്പെട്ട പല സൗകര്യങ്ങളും ഇന്ത്യക്ക് ആസ്വദിക്കാനാണ്. നാറ്റോ പ്ലസിൽ അംഗമാകാതെ തന്നെ ആ പദവിയിലൂടെ ലഭിക്കുമായിരുന്ന രഹസ്യ വിവര ശേഖരണ സംവിധാനത്തിലേക്ക് പ്രവേശനം നേടാൻ ഈ കരാർ ഇന്ത്യയെ സഹായിക്കും. അതിലൂടെ റഷ്യയുമായുള്ള ബന്ധം വഷളാക്കാതെ തന്നെ പാശ്ചാത്യ രാജ്യങ്ങളുമായി അടുത്ത സുരക്ഷാ ബന്ധം പുലർത്താൻ ഇന്ത്യയെ പ്രാപ്തമാക്കും. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം തന്ത്രപ്രധാനമായ നീക്കമാണിതെന്ന് വേണം വിലയിരുത്താൻ. ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഖലിസ്ഥാൻ ഉൾപ്പെടെയുള്ള ഭീകരവാദ സംഘടനകൾ ആളും അർത്ഥവും ഒരുക്കുന്നത് യൂറോപ്പിലെ പ്രവർത്തനങ്ങളിലൂടെയാണ്. ഇത്തരം സംഘടനകളുടെ പ്രവർത്തനങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ ഇന്ത്യക്ക് ലഭിക്കുന്നത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളെ മുളയിലേ നുള്ളാൻ ഇന്ത്യയെ പ്രാപ്തമാക്കും. ഭീകരവാദ ഗ്രൂപ്പുകളെ കുറിച്ചും അവർക്ക് ലഭിക്കുന്ന സാമ്പത്തിക സഹായത്തെ കുറിച്ചുമുള്ള വിവരങ്ങൾ കരാർ പ്രകാരം ഇന്ത്യക്ക് ലഭിക്കും. സൈബർ ഭീഷണികളെ നേരിടാനും നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾ സംരക്ഷിക്കാനും ഇത് ഉപകരിക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സെമി കണ്ടക്ടറുകൾ, ക്വാണ്ടം കമ്പ്യൂട്ടറിംഗ് എന്നീ മേഖലകളിലെ സുരക്ഷാ വിവരങ്ങൾ കൈമാറാനും കരാർ വഴിയൊരുക്കും. മാത്രമല്ല ഇതിലൂടെ ഇന്ത്യയിലെ പ്രതിരോധ വ്യവസായത്തിലേക്ക് കൂടുതൽ നിക്ഷേപം എത്തുന്നതിനും വഴിയൊരുക്കും. യൂറോപ്പിലെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള 800 ബില്യൺ യൂറോയുടെ റിയാം യൂറോപ്പ് പദ്ധതിയിൽ ഇന്ത്യൻ കമ്പനികൾക്കും പങ്കാളികളാകാൻ ഈ കരാർ അവസരമൊരുക്കും. മാത്രമല്ല യൂറോപ്പിന് ആവശ്യമുള്ള ആയുധങ്ങൾ ചെലവ് കുറച്ച് നിർമ്മിക്കുന്ന കേന്ദ്രമായി മാറാനുള്ള അവസരവും ഇന്ത്യൻ പ്രതിരോധ കമ്പനികൾക്ക് ഇതിലൂടെ ലഭിക്കും. പ്രതിരോധ കയറ്റുമതിയിൽ ഇത് വലിയ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുകയും ചെയ്യും. ഇന്ത്യൻ യൂറോപ്യൻ കമ്പനികൾ തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുത്തുന്നതിനായി ഒരു പുതിയ വ്യവസായ ഫോറം രൂപീകരിക്കാൻ കരാർ വഴിയൊരുക്കും. ഇതിലൂടെ പ്രതിരോധ സാങ്കേതിക വിദ്യകളുടെ സംയുക്ത വികസനം, സംയുക്ത ഉൽപാദനം, സപ്ലൈ ചെയിൻ സംയോജനം എന്നിവ സാധ്യമാകും. യുദ്ധമോ മറ്റ് സംഘർഷങ്ങളോ മൂലം ഉണ്ടായേക്കാവുന്ന പ്രതിസന്ധികളെ ഒരു പരിധിവരെ പരിഹരിക്കാൻ ഇത് സഹായിക്കും. ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കൂടുതൽ കരുത്തു നേടാനുള്ള അവസരവും ഇതിലൂടെ ഒരുക്കും. ഇന്ത്യയുടെ തന്ത്രപരമായ സ്വതന്ത്രത നിലനിർത്തിക്കൊണ്ടുള്ള ഈ കരാർ ആഗോള രാഷ്ട്രീയത്തിൽ ഇന്ത്യയെ ഒരു ഉത്തരവാദിത്തപരവും നിർണായകവുമായ ശക്തിയായി സ്ഥാപിക്കുന്നു. ലോകക്രമം പുനഃസംഘടിപ്പിക്കപ്പെടുന്ന ഈ ഘട്ടത്തിൽ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ പങ്കാളിത്തം ഭാവിയിലെ അന്താരാഷ്ട്ര സുരക്ഷാ സംവിധാനങ്ങൾക്ക് ഒരു പുതിയ ദിശ നിർദ്ദേശിക്കുന്ന ചരിത്രപരമായ നീക്കമായി വിലയിരുത്താം. ഇന്ത്യയുടെ തന്ത്രപരമായ സ്വതന്ത്രത നിലനിർത്തിക്കൊണ്ടുള്ള ഈ കരാർ ആഗോള രാഷ്ട്രീയത്തിൽ ഇന്ത്യയെ ഉത്തരവാദിത്തവും നിർണായകവുമായ ശക്തിയായി സ്ഥാപിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ലോകക്രമം പുനഃസംഘടിപ്പിക്കപ്പെടുന്ന ഈ ഘട്ടത്തിൽ
ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ പങ്കാളിത്തം ഭാവിയിലെ അന്താരാഷ്ട്ര സുരക്ഷാ സംവിധാനങ്ങളെ തന്നെ മാറ്റിയെഴുതുന്ന മറ്റൊരു നീക്കമായി തന്നെ വിലയിരുത്തേണ്ടി വരും.